സന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. എല്ലാവർക്കും കേൾക്കാമല്ലോ അല്ലേ? സ്തോത്രം. പ്രത്യേകിച്ച് ഇതിന്റെ മുഖാന്തരങ്ങളെ ഒരുക്കിയിരിക്കുന്ന ബിജുമോനും കുടുംബത്തിനും ഈ ലൈറ്റ് ഹൗസ് ഫയർ ഹൗസിനെ ലീഡ് ചെയ്യുന്ന കർത്തൃദാസന്മാർക്കും തലവടി സഭയുടെ ശുശ്രൂഷകനും സന്നിധിയിലായിരിക്കുന്ന മറ്റെല്ലാ ശുശ്രൂഷകന്മാർക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. എൻ്റെ പേര് ഐസക് മത്തായി. ഞാൻ US അറ്റ്ലാന്റയിൽ നിന്നായിരിക്കുന്നു. ലോകത്തിന്റെ പല രാജ്യങ്ങളിലും കടന്നുപോയി സുവിശേഷം അറിയിക്കുന്നുണ്ട്. ഈ വരുന്ന നാളെ കഴിഞ്ഞുള്ള മൺഡേയിലും കടന്നു പോകുവാനും ആഗ്രഹിച്ചിട്ടിരിക്കുന്നു ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലേക്ക്. അതോർത്ത് നിങ്ങളും പ്രാർത്ഥിക്കുക. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട നല്ല ശുശ്രൂഷകളും ബൈബിൾ ക്ലാസ്സുകളും അതുപോലെ തന്നെ സ്പിന്നിങ് വീൽ വളരെ നല്ല ഒരു പ്രോഗ്രാമാണ്. മറ്റുള്ളവരെ ഒന്ന് എൻകറേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റിയലി ഐ അപ്രീഷിയേറ്റ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ധാരാളമായിട്ട് കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. തുടർന്നുള്ള ചിന്തയ്ക്കായിട്ട് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. സ്തോത്രം. വായിച്ചാട്ടെ. ഇടുക്കുവാതിലൂടെ അകത്ത് കിടപ്പിൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. ജീവനിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ജെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. ആമേൻ. പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, നല്ലവനായ ദൈവമേ, തിരുനാമത്തിന് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഈ വചനത്തിൽ നിന്നും സംസാരിപ്പാനുള്ള ദൈവകൃപ അടിയന് നൽകണമേ. ഇത് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവെ അടിയന്റെ കുടുംബജീവിതത്തിനും അടിയന്റെ ശുശ്രൂഷയ്ക്കും ഇത് അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം. നാം സഞ്ചരിച്ച് ഒരു T ജംഗ്ഷനിൽ എത്തിയെന്ന് സങ്കല്പിക്കുക. T ജംഗ്ഷനിന്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം. നാം പോകുന്ന വഴി രണ്ടായി തിരിഞ്ഞ് ഒന്ന് ഇടത്തോട്ടും ഒന്ന് വലത്തോട്ടും 2 വഴിയായി പോകുന്നു. ഈ T ജംഗ്ഷനിൽ ഒരു ഡയറക്ഷൻ ബോർഡ് ഇല്ല. നമുക്ക് പോകേണ്ട വഴി റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ എന്ന് നമുക്ക് അറിയില്ല. എന്നാൽ ഈ T ജംഗ്ഷന്റെ ഇടതുവശത്ത് ഒരാൾ മരിച്ചു കിടപ്പുണ്ട്, വലതുവശത്ത് ഒരാൾ ജീവനോടെ ഇരിക്കുന്നുണ്ട്. നാം ആരോട് ചോദിക്കും നമ്മുടെ വഴി ഏതാണ് എന്ന്, ഈ ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ എന്ന്? തീർച്ചയായും വലത് സൈഡിൽ ജീവനോടിരിക്കുന്ന വ്യക്തിയോടാണ് നമ്മൾ ചോദിക്കത്തുള്ളൂ. ഈ ജീവനുള്ള വ്യക്തിയാണ് മരിച്ചവരിൽ നിന്ന് ഉയർത്ത നമ്മുടെ രക്ഷിതാവും നായകനുമായ യേശു ക്രിസ്തു. സർവശക്തനായ ദൈവം അരുളി ചെയ്തത്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുക്കുക. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തുവിന് നിങ്ങൾ ചെവി കൊടുക്കുക. ഇന്ന് മോളിസെക്സിൽ നിന്നുള്ള ആ ബൈബിൾ ക്ലാസ് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ബൈബിൾ ക്ലാസ് ആയിരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന് ചെവി കൊടുക്കുക. 100 ആടുകൾ ഉണ്ടായിരുന്ന ആ ഉപമ ഇവിടെ ആ സഹോദരി പറയുവാൻ ഇടയായി തീർന്നു. 99 മരുഭൂമിയിൽ വിട്ടിട്ട് ഒന്നിനെ തേടി ആ നല്ലവനായ ഇടയൻ, ആ സ്നേഹസമ്പന്നനായ ഇടയൻ അന്വേഷിച്ചു പോകുന്നു. നമ്മളൊന്ന് ചിന്തിക്കുക. ആ ആടിനെ കണ്ടെത്തിയ ശേഷം ആ ഇടയൻ എങ്ങനെയാണ് ആടിനെ കൊണ്ടുവരുന്നത്? തൻ്റെ തോളിലിട്ടാണ് കൊണ്ടുവരുന്നത്. സ്തോത്രം. നമ്മളാണെങ്കിൽ കലി വന്നിട്ട് 2 അടി കൊടുക്കുമായിരുന്നു. 2 അല്ല, വീട്ടിൽ കൊണ്ടുവന്ന് വീണ്ടും കെട്ടിയിട്ട് അടിക്കുമായിരുന്നു. എന്നാൽ ആ സ്നേഹസമ്പന്നനായ ആ നായകനെ നാം ഓർക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി, നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ശാപങ്ങൾക്ക് വേണ്ടി, നമ്മുടെ രോഗങ്ങൾക്ക് വേണ്ടി എല്ലാം യാഗമായി തീർന്നു. ക്രൂശിൽ യാഗമായി തീർന്നു. നാം വായിച്ച വേദഭാഗത്തേക്ക് നാം നോക്കുമ്പോൾ 2 തരം വഴികളും 2 തരം വാതിലുകളുമുണ്ട്. നാം ഒരു വഴിയിലൂടെ സഞ്ചരിച്ച് 2 വാതിലിന്റെ അടുത്ത് എത്തി എന്ന് നാം സങ്കല്പിക്കുക. 2 വാതിലുകളേ ഉള്ളൂ. ഏതെങ്കിലും ഒന്നിൽ കൂടി പോയേ നമുക്ക് തീരൂ.
ഒന്ന് വിശാലമായ വഴിയാണ്, ആ വാതിലാണ്. മറ്റേത് വളരെ ഇടുങ്ങിയ വാതിൽ. സ്തോത്രം. വിശാലമായ വഴിയിൽ കൂടിയും വിശാലമായ വാതിലിൽ കൂടിയും അനേകർ യാത്ര ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരുപക്ഷെ നാം ചിന്തിച്ചേക്കാം, അനേകരെ കാണുമ്പോൾ ഈ അനേകർ കടന്നു പോകുന്ന വഴിയും വാതിലുമായിരിക്കും ശരിയായ വഴിയും ശരിയായ വാതിലുമെന്ന്. എന്നാൽ കർത്താവ് പറയുന്നത്, ഇടുക്ക വാതിലിൽ കൂടി നിങ്ങൾ കടക്കുക, ഇടുങ്ങിയ വഴിയിൽ കൂടി നിങ്ങൾ സഞ്ചരിക്കുക. സ്തോത്രം. നമ്മുടെ ഈ വഴി ഒരു പക്ഷേ ഇടുക്ക വാതിലും ഇടുക്ക വഴിയും വഴിയിൽ കൂടി സഞ്ചരിക്കുമ്പോൾ മുള്ളും പറക്കാരെയും പാറക്കെട്ടുകളും നിറഞ്ഞ ദുർഘടം പിടിച്ച വഴിയായിരിക്കാം. ഇങ്ങനെ ഈ ദുർഘടം പിടിച്ച വഴിയിൽ കൂടി വളരെ ചുരുക്കം പേർ മാത്രമേ യാത്ര ചെയ്യാറുള്ളൂ. നിങ്ങൾ എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ ഇടുങ്ങിയ വാതിലിലൂടെ കടന്ന് ഇടുങ്ങിയ വഴികളിൽ കൂടി സഞ്ചരിക്കുക. ഇതാണ് കർത്താവ് പറയുന്നത്. യേശുവിനെ പിൻപറ്റുവാൻ ആഗ്രഹിക്കുന്നവർ ആൾക്കൂട്ടം നോക്കി പോകരുത്. അതായത് ഒന്നാമതായി നാം ലോകത്തെ ഉപേക്ഷിക്കണം. നമ്മുടെ സ്നേഹിതരും ബന്ധുക്കളും എല്ലാവരും വിശാലമായ വാതിലിൽ കൂടി കടന്ന് നിരപ്പായ പാതയിൽ കൂടി സഞ്ചരിക്കുന്നവരായിരിക്കാം. സ്തോത്രം. ഏകനായി നിൽക്കേണ്ടി വന്നാലും യേശുവിനെ നാം പിൻപറ്റുവാൻ അവരിൽ നിന്നെല്ലാം വേർപെട്ട് നിൽക്കേണ്ട സാഹചര്യങ്ങൾ വന്നാൽ വേർപെട്ട് നിന്നേ കഴിയും. ഞാൻ 1998 ദുബായിൽ വെച്ചാണ് സ്നാനപ്പെട്ടത്. സ്നാനപ്പെട്ടതിന് ശേഷം ഞങ്ങൾ നാട്ടിൽ കടന്നു ചെന്നപ്പോൾ എൻ്റെ സ്വന്തക്കാർക്കും എൻ്റെ വീട്ടുകാർക്കും ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ സ്വന്തം വീട്ടിലൊന്നും പറഞ്ഞില്ല, അവർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും. അതിനുശേഷം ഒരു കല്യാണ വീട്ടിൽ വെച്ച് ഞങ്ങൾ എല്ലാവരും ഒത്തുകൂടിയപ്പോൾ എൻ്റെ ഫാദറിന്റെ അനുജൻ ഞാനൊരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുവാൻ വേണ്ടി എന്തൊരു വിശേഷം ഉപ്പാപ്പ എന്ന് വിളിച്ചുകൊണ്ട് ചെന്നപ്പോൾ നേരെ എതിർവശത്തേക്ക് തിരിഞ്ഞു നിന്നു. ഒരു ഷെയ്ക്ക് ഹാൻഡ് എനിക്ക് തന്നില്ല. എന്നാൽ ഞാൻ ഇന്ന ഭവനത്തിൽ കടന്നു ചെല്ലുമ്പോൾ വലിയ സ്നേഹമുണ്ട്. തിരിച്ചു പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചിട്ടേ നീ പോകാവൂ എന്നും പറയാറുണ്ട്. ഈ ലോകത്തിന്റെ രീതികളിൽ നിന്ന് യേശുവിന് വേണ്ടി മാറി നിന്നേ മതിയാവും. എതിർപ്പുകൾ ഉണ്ടാകും. യേശുവിനെ നേടുന്നതിന്, യേശുവിനെ പിൻപറ്റുന്നതിന് ഭവനക്കാരെയും സ്നേഹിതരെയും വിട്ടുപിരിയുന്നത് പ്രയാസമാണെങ്കിലും പിന്നീട് അവരത് പറയും, അവൻ തിരഞ്ഞെടുത്ത പാത നല്ലതായിരുന്നു, അവനും അവന്റെ കുടുംബവും മക്കളും അനുഗ്രഹിക്കപ്പെട്ടു എന്ന്. ദൈവത്തെ പിൻപറ്റിയിട്ടുള്ള എല്ലാവരുടെ കുടുംബങ്ങൾ, വാസ്തവമായിട്ട് പിൻപറ്റിയിട്ടുള്ളവരുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവത്തെ വാസ്തവമായി പിൻപറ്റി വരുന്നവരുടെ തലമുറകൾ എല്ലാം അനുഗ്രഹിക്കപ്പെട്ടിട്ടേ ഉള്ളൂ. സ്തോത്രം. നാം ഇടുങ്ങിയ വാതിലൂടെ കടക്കുമ്പോൾ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരേ ഒരു സാധനമേ ഉള്ളൂ. ഒരേ ഒരു സാധനം, അത് കർത്താവിന്റെ ക്രൂശാണ്. നാം തനിയെയാണ് ദൈവത്തെ കാണേണ്ടത്. രക്ഷ ഇൻഡിവിജ്വലാണ്. ബൈബിൾ ക്ലാസ്സിൽ നമ്മൾ അത് കേട്ടു. അത് ഫാമിലി ബേസ് കൂടിയല്ല, ഗ്രൂപ്പ് വൈസ് അല്ല. അത് നാം മനസ്സിലാക്കണം. ഫാമിലിയുടെ മഹിമ കൊണ്ടോ ഫാമിലിയുടെ മേന്മ കൊണ്ടൊന്നും നാം രക്ഷിക്കപ്പെടുവാൻ പോകുന്നില്ല. ഈ ലോക ജീവിതം 60, 70, 80, അതിനുശേഷം നാം ഇവിടുന്ന് വിട്ടുപോകും. എന്നാൽ നമ്മുടെ ആത്മാവിനൊരു നിത്യതയുണ്ട്. ആ നിത്യത സ്വർഗത്തിലായിരിക്കണം. സ്വർഗത്തിൽ നാം പ്രവേശിക്കണമെങ്കിൽ നാം വലിയ ആൾക്കൂട്ടത്തെ വിട്ടിട്ട് ഇടുങ്ങിയ വാതിലൂടെ കടന്ന് യാത്ര ചെയ്യേണ്ടിയിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് ഒന്ന് വായിക്കാവോ പെട്ടെന്ന്?
അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ. എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എന്റെ മുഖം മൃദുവും എന്റെ ചുമട് ലഘുവുമാകുന്നു. ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എല്ലാവരും അധ്വാനിക്കുന്നവരും പലതരത്തിലുള്ള ഭവനത്തിന്റെ ഭാരങ്ങളും ചുമക്കുന്നവരുമാണ്. വിശാലമായ വഴിയിലൂടെ നടന്നവർ പാപത്തിന്റെയും ചിന്താകുലങ്ങളുടെയും ഭയത്തിന്റെയും ഭാരമുള്ള ചുമടുകൾ വഹിച്ചുകൊണ്ടാണ് അവർ പോകുന്നത്. ഇടുങ്ങിയ വഴിയിലൂടെ നടക്കുന്നവർക്ക് ആ ഭാരമില്ല, ആ ഭാരം വഹിക്കേണ്ടതില്ല. കർത്താവ് വഹിക്കുന്നു. ഇടുങ്ങിയ വഴിയിലൂടെ നടക്കുന്നവർക്ക് ഒരു കാര്യം മാത്രം, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, അത് കർത്താവിന്റെ ക്രൂശ് മാത്രമാണ്. ഇടുങ്ങിയ വാതിലിൽ കൂടി കടക്കുമ്പോൾ ഒരു കാര്യം നാം ഓർത്തിരിക്കണം: സ്വയം ത്യജിച്ച് നമ്മുടെ ക്രൂശ് എടുക്കണം. സ്തോത്രം. ആ കർത്താവിന് വേണ്ടിയിട്ട് എടുക്കണം. സ്തോത്രം. നമ്മുടെ പഴയ സ്വഭാവത്തെ, പഴയ മനുഷ്യനെ, നമ്മുടെ പഴയ ഇടപാടുകൾ എല്ലാം ആ വാതിൽ കടക്കുന്നതിന് മുമ്പ് ആ വാതിലിന്റെ വെളിയിൽ വെച്ചിട്ട് വേണം നാം ഉള്ളിലേക്ക് കടക്കുവാൻ. സ്തോത്രം. ഇടക്കമുള്ള വാതിലൂടെ കടത്തിക്കൊണ്ട് പോകുവാൻ നമുക്ക് കഴിയുന്നത് കർത്താവിന്റെ ക്രൂശ് മാത്രമാണെന്ന് ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിച്ച് പറയുന്നു. ഗലാത്യ ലേഖനം അതിന്റെ 2-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്. ഞാനോ വായിച്ചാട്ടെ. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, എന്നിൽ ജീവിക്കുന്ന മറ്റൊരുവനുണ്ട്. അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. എനിക്കോ പിന്നെയും പറയുകയാണ്, എനിക്കോ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിക്കുവാൻ മറ്റൊന്നുമില്ല. മറ്റൊന്നിലും പ്രശംസിക്കുവാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് എന്ന വ്യക്തി ജീവിച്ചിരിക്കുന്നില്ല. അപ്പോൾ അപ്പോസ്തലനായ പൗലോസിൽ ജീവിക്കുന്നത് ആരാണ്? കർത്താവായ യേശു ക്രിസ്തു. ഇടുങ്ങിയ വാതിൽ പ്രയാസമുള്ളതാണ്. ഇടുങ്ങിയ വഴിയിൽ നാം എല്ലാ രീതികളിലുമുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിടേണ്ടി വരും. സാത്താൻ പല തടസ്സങ്ങൾ കൊണ്ടുവരും. സ്തോത്രം. ചുരുക്കം ചില സൗകര്യങ്ങളെ ആ ഇടുങ്ങിയ വഴിയിൽ നാം കാണുകയുള്ളൂ. ഇടുങ്ങിയ വഴി ഒരിക്കലും സുഖമായിരിക്കുകയില്ല. നമ്മുടെ ജീവിത വഴിയുടെ ഓരോ തിരവിലും ഓരോ വളവിലും സാത്താൻ പുതിയ പുതിയ പ്രലോഭനങ്ങൾ കൊണ്ടുവരും. എന്തിന് നാം ഇടുങ്ങിയ വഴിയിൽ കൂടി നടക്കണം? അത് നാം ചിന്തിക്കണം. എന്തിനു വേണ്ടിയാണ് ഇടുക്കമുള്ള വഴി നാം തെരഞ്ഞെടുക്കുന്നത്? കാരണം മറ്റൊന്നുമല്ല, ആ വഴി ജീവനിലേക്കുള്ള വഴിയാണ്, നിത്യജീവനിലേക്കുള്ള വഴിയാണ്. സ്തോത്രം. വിശാലമായ വഴി നാശത്തിലേക്ക് പോകുന്നതാണെന്ന് തിരിച്ചറിയണം. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നാം ഒന്നോർക്കുക, 2 തരം വഴിയും 2 തരം വാതിലുകളും മാത്രമേ ഉള്ളൂ. നാം ഇടുങ്ങിയ വാതിലൂടെ കടന്നാൽ ഇടുങ്ങിയ വഴിയിൽ കൂടി നാം സഞ്ചരിക്കേണ്ടി വരും. വിശാലമായ വാതിലിൽ കൂടി കടന്നാൽ വിശാലമായ വഴിയിൽ കൂടി നാം സഞ്ചരിക്കേണ്ടി വരും. സ്തോത്രം. ഓരോ വഴിക്കും ഒരു ലക്ഷ്യമുണ്ട്, ഒരു അന്ത്യമുണ്ട്. വിശാലമായ വഴി ചെന്നെത്തുന്നത് എവിടെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് നാശത്തിലേക്ക് കൊണ്ടുപോകുന്നു. വിശാലമായ വഴിയിൽ കൂടി നടക്കുന്നവരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ യാത്ര വളരെ സുഖമാണ്. അവർ ആടുന്നു, പാടുന്നു, ചിലർ നിക്ഷേപങ്ങൾ സ്വരൂപിക്കുന്നു, ചിലർ വസ്തുവകകൾ, വീടുകൾ ഉണ്ടാക്കുന്നു, സമ്പാദിക്കുന്നു. സ്തോത്രം. അത് കഴിഞ്ഞ് ആ വഴിത്താരയുടെ അന്ത്യഘട്ടത്തിലെത്തുന്നു. എന്താണ് സംഭവിക്കുന്നത്? മരണം. എല്ലാവരും മരിക്കും, ഇൻക്ലൂഡിങ് ഞാനും മരിക്കും. അവരുടെ വസ്തുവകൾ കൊണ്ട് എന്ത് പ്രയോജനം? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു,
തൻ്റെ വഴി എങ്ങോട്ടാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക, ചിന്തിക്കുക. നിത്യജീവനിലേക്ക് പോകുന്ന വഴി ഇടുങ്ങിയ വഴിയാണ്. സ്തോത്രം. ആ ഇടുങ്ങിയ വഴിയിൽ കൂടി നാം സഞ്ചരിക്കണം. രക്ഷ പുതിയ നിയമത്തിലെ വീണ്ടെടുപ്പെന്ന ദൈവിക പദ്ധതിയിലെ ഏറ്റവും പ്രധാനമായ ഒരു വിഷയമാണ് രക്ഷ. രക്ഷ മനുഷ്യന്റെ നിത്യതയിലേക്കുള്ള വഴിയും വാതിലും അർത്ഥമാക്കുന്നത് പാപിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സമ്പൂർണമായ ആത്മരക്ഷയേക്കാൾ പ്രധാനമേറിയ മറ്റൊരു വിഷയം വേറെയില്ല. പാപത്താൽ ദൈവത്തിൽ നിന്നും അന്യപ്പെട്ട ശത്രുവായി തീർന്ന മനുഷ്യൻ അവന്റെ സൃഷ്ടാവായ ദൈവവുമായി രമ്യത്തിലെത്തുക എന്നുള്ളതാണ് മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യം. അതിനായി മനുഷ്യൻ ദൈവം വ്യവസ്ഥ ചെയ്തിരിക്കുന്ന ജീവന്റെ വഴിയിൽ വന്ന് ചേർന്നേ മതിയാകൂ. സ്തോത്രം. അതിന് വേറെ മാർഗമില്ല. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ വായിച്ചാട്ടെ. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. പാപത്തിന്റെ വലയമായ നിത്യശിക്ഷാവിധിയിൽ നിന്ന് നിത്യജീവനിലേക്കുള്ള വഴി ഞാൻ പറഞ്ഞു തരാമെന്നോ, സ്വർഗത്തിൽ പ്രവേശിക്കുവാനുള്ള വാതിൽ ഞാൻ ചൂണ്ടിക്കാണിച്ചു തരാമെന്നോ അല്ല കർത്താവ് പറഞ്ഞത്. പ്രത്യുത വഴിയും സത്യവും ജീവനും ഞാൻ തന്നെയാകുന്നു. കർത്താവ് പ്രസ്താവിക്കുന്നത് മറ്റൊന്നുമല്ല, അത് ഞാൻ തന്നെയാണ്. രക്ഷയുടെ സർവ്വാധികാരിയും കാരണഭൂതനും യേശു ക്രിസ്തു മാത്രമാണ്. മറ്റൊരുവിനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമവുമില്ല. മറ്റെല്ലാ മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ദൈവത്തിന് മാത്രം മഹത്വം നൽകുന്ന രക്ഷയാണ് കർത്താവായ യേശു ക്രിസ്തു മനുഷ്യന് നൽകിയിരിക്കുന്നത്. ജീവനിലേക്ക് പോകുന്ന വാതിലിൽ കൂടി കടക്കുന്നവർ എന്നതിൻ്റെ അർത്ഥം യേശുവിനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷിതാവായി ഏറ്റുപറയുകയും ചെയ്യുന്ന ആത്മീയമായ അവസ്ഥയാണ്. രക്ഷിക്കപ്പെടുന്ന ഒരുവന് ലഭിക്കാവുന്ന സമ്പൂർണ്ണ വിടുതൽ, അതായത് ഭൂതകാല പാപത്തിന്റെ ശിക്ഷയിൽ നിന്നും സ്വാധീനത്തിൽ നിന്നുള്ള വിടുതൽ, അത് വ്യക്തിപരമാണ്. ഭാവികാല പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്നും ബലഹീനമായ പ്രവൃത്തികളിൽ നിന്നുമുള്ള സമ്പൂർണ്ണ വിടുതൽ തേജസ്കരണം. രക്ഷ കേവലം വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന പാപമോചനം മാത്രമല്ല, പ്രത്യുത നീതീകരണം, വിശുദ്ധീകരണം, മഹത്വീകരണം എന്നിവ അടങ്ങുന്ന നിത്യതയോളം നിലനിൽക്കുന്ന ഒരു ക്രമീകരണമാണ് രക്ഷയ്ക്കുള്ളത്. സ്തോത്രം. ഇടുക്കവാതിലിലൂടെ നാം പ്രവേശിക്കുന്ന സ്വർഗീയ ആ പട്ടണത്തെക്കുറിച്ച്, വിശാലമായ വഴികളിൽ കൂടി സഞ്ചരിച്ച് പോകുന്ന ഒരു വ്യക്തി ചെന്ന് അവസാനിക്കുന്ന ആ ഇടത്തെക്കുറിച്ചും നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അത് വിശാലമായ വഴിയിൽ കൂടി സഞ്ചരിച്ച് അന്ത്യത്തിൽ എത്തുന്നത് അത് അവിടെ യാതനയുള്ള ഒരു സ്ഥലമാണ്, നരകമാണ്. സ്തോത്രം. ആ രക്ഷയുടെ മഹത്വം ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിയണം. അതിന് നാം ഒരുപക്ഷെ ചില വിലകൾ കൊടുക്കേണ്ടി വരും. അത് ഇടുങ്ങിയ വാതിലിൽ കൂടി കടന്ന് ഇടുക്കമുള്ള വഴികളിൽ കൂടി സഞ്ചരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് കർത്താവിനെ കണ്ടെത്തുവാൻ കഴിയുകയുള്ളൂ. എൻ്റെ സമയം കഴിഞ്ഞു, ഞാനിവിടെ നിർത്താൻ പോവുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ആരെങ്കിലും രക്ഷിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്നുണ്ടെങ്കിൽ രക്ഷയുടെ മാർഗത്തിലേക്ക് കടന്നു വരിക. കർത്താവ് നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും മറ്റുള്ളവരെ സ്നേഹിക്കുവാനുള്ള കൃപയും തന്ന് അനുഗ്രഹിക്കുക മാത്രമല്ല, ദൈവീയ ഭവനത്തിലേക്കുള്ള പ്രവേശനം ലഭിക്കുകയും ചെയ്യും. ദൈവത്തിലുള്ള നിങ്ങളുടെ വിശ്വാസം മൂലം പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിച്ച് നിങ്ങളെ നേർവഴിക്ക് നയിച്ച് സ്വർഗത്തിൽ എത്തിക്കും. അതിനായി കർത്താവ് ഈ വചനം കേട്ട നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ആമീൻ. സമയം തന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവനാമത്തിൽ നന്ദി പറയുന്നു. സ്തോത്രം.